നമസ്കാരം. എയിംസ് നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് 2026ന്റെ നോട്ടിഫിക്കേഷൻ വന്നതോടെ ഉയർന്ന ശമ്പളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് ഒരു മികച്ച അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. വിവിധ എയിംസ് സ്ഥാപനങ്ങളിലായി ഏകദേശം 2218 നഴ്സിംഗ് ഓഫീസർ വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വേക്കൻസികളുടെ എണ്ണത്തിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുക? എന്താണ് ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, സാലറി, എക്സാം പാറ്റേൺ, ആപ്ലിക്കേഷൻ ഫീ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളും വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ആദ്യം എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. BSc നഴ്സിംഗ് യോഗ്യത ഉള്ളവർക്കും GNM കൂടാതെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എയിംസ് നഴ്സിംഗ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവർക്ക് ഏതെങ്കിലും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ നേഴ്സ് ആൻഡ് മിഡ്വൈഫറി ആയി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്ന നിബന്ധന കൂടിയുണ്ട്. GNM കാൻഡിഡേറ്റ്സിന്, അതായത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് കഴിഞ്ഞ GNM നഴ്സുമാർക്ക് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും കൂടാതെ കുറഞ്ഞത് 50 കിടക്കകളുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ മിനിമം 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം. വർക്ക് എക്സ്പീരിയൻസ് GNM ക്വാളിഫിക്കേഷൻ നേടിയതിന് ശേഷമായിരിക്കണമെന്ന പ്രത്യേക നിബന്ധന കൂടി ഉണ്ട്. അതുകൊണ്ട് GNM കാൻഡിഡേറ്റ്സ് അപേക്ഷിക്കുന്നവർ അവരുടെ ജോബ് എക്സ്പീരിയൻസും എലിജിബിലിറ്റിയും കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇനി ഏജ് ലിമിറ്റ് നോക്കാം. ജനറൽ കാറ്റഗറി ആപ്ലിക്കൻസിന് 18 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ റിസർവ്ഡ് കാറ്റഗറിയിൽ പെടുന്നവർക്ക് നിയമപ്രകാരമുള്ള ഏജ് റിലാക്സേഷനും അനുവദിച്ചിട്ടുണ്ട്. അതായത് SC/ST വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗത്തിന് 3 വർഷവും PWBD വിഭാഗത്തിൽ പെടുന്നവർക്ക് 10 വർഷവും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്യുന്നവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ സാലറി നോക്കാം. എയിംസ് നഴ്സിംഗ് ഓഫീസർ പോസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ഗ്രൂപ്പ് B കാറ്റഗറി വിഭാഗത്തിൽ വരുന്ന ഒരു പോസ്റ്റാണ്. നോട്ടിഫിക്കേഷനിൽ പേ ലെവൽ 7 ആണ് നൽകിയിരിക്കുന്നത്. പേ മെട്രിക്സ് പ്രകാരമുള്ള ബേസിക് പേ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ബാധകമായ DA, HRA, ട്രാൻസ്പോർട്ട് അലവൻസ്, യൂണിഫോം അലവൻസ് തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങളും ഉൾപ്പെടെ ഏകദേശം 1 ലക്ഷം രൂപ വരെ തുടക്കത്തിൽ നഴ്സിംഗ് ഓഫീസർ പദവിയിലുള്ളവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് നഴ്സിംഗ് ഓഫീസർ കരിയർ ലക്ഷ്യമിടുന്നവർക്ക് എയിംസ് നഴ്സിംഗ് ഓഫീസർ ജോബ് വളരെ മെച്ചപ്പെട്ട ഒരു കരിയർ ഓപ്ഷനാണ് നൽകുന്നത്. ഇനി സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുകൂടി നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അഥവാ CBT വഴി 2 ഘട്ടങ്ങളായാണ് സെലക്ഷൻ നടക്കുന്നത്. 100 മാർക്കുള്ള 100 ചോദ്യങ്ങളിൽ 20 ചോദ്യങ്ങൾ ജനറൽ നോളജ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൽ നിന്നും 80 ചോദ്യങ്ങൾ നഴ്സിംഗ് വിഭാഗത്തിൽ നിന്നുമാണ് വരുന്നത്. എക്സാം ഡ്യൂറേഷൻ 90 മിനിറ്റാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എക്സാമിൽ തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും എന്ന കാര്യമാണ്. രണ്ടാമത്തെ സ്റ്റേജ് 180 മിനിറ്റ് ദൈർഘ്യമുള്ള CBT ആണ്. ഇതിൽ 160 മാർക്കിന് 160 ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രധാനമായും സ്റ്റേജ് 2 പെർഫോമൻസ് അടിസ്ഥാനമാക്കിയായിരിക്കും തയ്യാറാക്കുന്നത്. അതുകൊണ്ട് എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്നവർ സ്റ്റേജ് 2വിന് കൂടുതൽ പ്രാധാന്യം നൽകി പ്രിപ്പറേഷൻ നടത്തുക. എക്സാം പാറ്റേൺ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് സന്ദർശിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓൺലൈനായി എയിംസ് എക്സാമിനേഷൻ സെക്ഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷിക്കുന്നതിന് മുൻപ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും പ്രത്യേകിച്ച് GNM ക്വാളിഫിക്കേഷൻ ഉള്ളവർ അവരുടെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനോടൊപ്പം വർക്ക് എക്സ്പീരിയൻസ് കൂടി പരിശോധിച്ച് എലിജിബിലിറ്റി ഉറപ്പാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കായ www.aimsexams.ac.in സന്ദർശിച്ച് ജോബ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയ ശേഷം മാത്രം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ വിഭാഗത്തിനും OBC വിഭാഗത്തിനും 3000 രൂപയാണ്. SC/ST EWS കാൻഡിഡേറ്റ്സിന് 2400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത്. ചില വിഭാഗങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസിൽ ഇളവ് നൽകിയിട്ടുണ്ട്. പിന്നെ SC/ST വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുക്കുകയാണെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് പ്രകാരം ഫീസ് റീഫണ്ട് സംബന്ധിച്ച വ്യവസ്ഥയും നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 13 ഓഗസ്റ്റ് 2026 ആണ്.
പരീക്ഷകൾ 12 സെപ്റ്റംബർ 2026-ലും 30 സെപ്റ്റംബർ 2026-ലുമായിരിക്കും നടക്കുക എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ അവസാന ദിവസത്തേക്ക് അപേക്ഷ മാറ്റിവെക്കാതെ എലിജിബിലിറ്റിയും ഡോക്യുമെൻറ്റ്സും പരിശോധിച്ച് നേരത്തെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലെ ഇന്ത്യയിൽ വരുന്ന നഴ്സിംഗ് വേക്കൻസികളുടെ വിവരങ്ങളും ദുബായ്, കുവൈറ്റ്, ഷാർജ, സിംഗപ്പൂർ, മാൾട്ട, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ജോലി ഒഴിവുകളും ഉടൻ തന്നെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ചുരുക്കത്തിൽ 2218 ഒഴിവുകളുള്ള ഈ റിക്രൂട്ട്മെൻറ്റിലൂടെ BSc നഴ്സിംഗ്, പോസ്റ്റ് BSc നഴ്സിംഗ് കൂടാതെ GNM ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എയിംസ് നഴ്സിംഗ് ഓഫീസറായി ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി നേടാൻ ഇപ്പോൾ മികച്ച അവസരമാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മറുപടി തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.